സോഷ്യൽ മീഡിയയിൽ നമ്പർ കിടക്കുന്നതുകൊണ്ട് ദേ അടുത്ത ഗ്രൂപ്പിൽ എടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട് വിഷ്ണു. അപ്പോൾ എന്തിനാണ് എന്നെ ആഡ് ചെയ്തതെന്നൊന്ന് വിളിച്ചൊന്ന് ചോദിച്ചു നോക്കട്ടെ. മിനി ബൈജു. The person you are calling is currently busy. ബിസി ആക്കിയിട്ട് കാര്യമില്ലല്ലോ. ഹലോ, വിഷ്ണു ആണോ? ഈ മിനി ബൈജു എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ എന്നെ എന്തിനാ ആഡ് ചെയ്തത്? ഹലോ, തനിയെ എങ്ങനെയാ ഒരു ഗ്രൂപ്പിലൊക്കെ ആഡ് ആവുക? എന്തെനിക്കറിയില്ലാന്ന്. The person you are ഹലോ. ഹലോ. ആ, ഇതാരാ? വിഷ്ണുവിൻ്റെ വൈഫാ? അതെ. വിഷ്ണു എന്തിനാ ഓരോരുത്തരുടെ നമ്പർ ഓരോരോ ഗ്രൂപ്പ് കൊണ്ടുവച്ച് ആഡാക്കുന്നത്? അതെ, എന്തോ കുഴപ്പമെന്ന് ഞങ്ങൾക്ക് ഞാനത് മാറ്റാൻ നോക്കി. ഇവിടെ എന്തോ പെശക് പറ്റിയിട്ടുണ്ടല്ലേ. എന്ത് പെശക് പറ്റുക? എന്താന്നറിയില്ല, ഫോണിൽ പെട്ടെന്ന് ഗ്രൂപ്പ് പോലെ കിടക്കണ, എന്താന്ന് അറിയില്ല. നിങ്ങളാണ് അത് അഡ്മിൻ ആയിട്ട് കാണിക്കുന്നത്. അതിന് എന്ത് ചെയ്യും? മാറ്റാൻ പറ്റുന്നില്ലല്ലോ. എന്ത് ചെയ്യും മാറ്റാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ, ഞാനൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തത് ഇതുപോലെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളല്ലാതെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് തുടങ്ങാനും പറ്റൂല. നിങ്ങളാണ് അഡ്മിൻ ഓൺലി ആണ്. നിങ്ങൾ അഡ്മിൻ ആക്കിയിട്ട് നിങ്ങൾക്ക് കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? 2 പിള്ളേരും. അവരാരെങ്കിലും തുടങ്ങിയിട്ടിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ കുഞ്ഞു പിള്ളേരാണ്. മിനി ബൈജു എന്നാ കൊടുത്തത്. അയ്യോ, ഇതെന്തോ കയ്യബദ്ധം പറ്റിയതാണ്. കയ്യബദ്ധം എങ്ങനെയാ പറ്റിയ ചേച്ചി? 77 മെമ്പേഴ്സ് ഉണ്ട് അതില്. 77 ആൾക്കാരുണ്ട് അതില്. ഈ 77 ആൾക്കാരെ നിങ്ങൾക്ക് കയ്യബദ്ധം പറ്റിയതാ? എന്റേത് പോട്ടെ, നിങ്ങൾക്ക് കയ്യബദ്ധം പറ്റിയതാണെന്ന് വിചാരിക്കാം. ഈ 77 ആൾക്കാർ മെമ്പേഴ്സ് എങ്ങനെ കയ്യബദ്ധം പറ്റിയിട്ടാണ് നിങ്ങൾക്ക് ഇതിൽ ആഡാക്കിയത്? അത് എനിക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. ഞാനാണ് ടെലിഫോണാണ് ഉപയോഗിക്കാറില്ല. അപ്പൊ നിങ്ങളല്ലാതെ ചേച്ചി പിന്നെ എങ്ങനെയാ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക ചേച്ചി? അല്ലെ വിഷ്ണു ഉണ്ടാക്കി? അങ്ങനെ ഗ്രൂപ്പൊന്നും എനിക്ക് എങ്ങനെയാന്ന് എനിക്ക് ഇടാൻ അറിയത്തില്ല. അതൊന്ന് അയാള് ഇതാ ഞാനിപ്പോ നോക്കണത്. ഇത് എല്ലാവരും അതിന് ഡിലീറ്റ് ചെയ്യാ. ഡിലീറ്റ് ചെയ്തിട്ട് ഞാനെന്താ ചെയ്യാനൊന്നും പറ്റുന്നില്ല. നിങ്ങൾ എന്നാല് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും മൊബൈൽ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. മൊബൈൽ കളിക്കുന്ന ഈ ചെറിയ പിള്ളേരുണ്ടല്ലോ, അവരെടുത്ത് കാര്യം പറഞ്ഞിട്ട് അവരോട് ഇത് ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറയാം. മറ്റേ നിങ്ങൾ 77 ആൾക്കാര് അല്ല, ഇതിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു വീഡിയോയോ കമന്റോ ഇട്ടാൽ ആരെങ്കിലും പോയി പരാതിപ്പെട്ടാൽ നിങ്ങളാണ് അത് കുടുങ്ങുക. നിങ്ങളുടെ പേരിലാണ് അത് കേസ് വരിക. ഇനിയിപ്പം ഈ 77 ആൾക്കാരുടെ നമ്പറിൽ നിന്ന് ഞാനിപ്പോൾ ഒരാളുടെ നമ്പർ എടുത്ത് വിളിച്ച് അവരെ തോന്നിയവാസം പറഞ്ഞെന്ന് വെക്കുക, അതും കുടുങ്ങുക നിങ്ങൾ തന്നെയാണ്. എവിടുന്ന് നമ്പർ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കിങ്ങനൊരു ഗ്രൂപ്പിൽ നിന്ന് നമ്പർ കിട്ടിയതാന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അത് കുടുങ്ങിപ്പോവുക. നിങ്ങൾ പിന്നെ അതിൻ്റെ വയ്യെ പൊല്ലാപ്പുമായിട്ട് നടക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഗ്രൂപ്പ് അങ്ങ് ഡിലീറ്റ് ചെയ്ത ആള്. അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ വിഷ്ണു എന്ന് പറയുന്ന നിങ്ങളുടെ ഭർത്താവിന് കുറച്ചെങ്കിലും വിവരം ഉണ്ടാവുമല്ലോ. ഒന്നും വേണ്ട, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ യൂട്യൂബില്ലാത്തോ അല്ലെ ഗൂഗിളിൻ്റെ അകത്തോ സെർച്ച് ചെയ്യുക. ഇങ്ങനെ ഗ്രൂപ്പ് തുടങ്ങിയാൽ അതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ഇനി അടിക്കാൻ അറിയില്ലെങ്കിൽ വോയിസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വരും. വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും.
അതേപോലെ നിങ്ങൾ ചെയ്താൽ ഈ ഗ്രൂപ്പ് അങ്ങ് ഡിലീറ്റ് ആയി പോവും. ആ ആ അത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾക്ക്, നിങ്ങൾ അറിയാതെ ചെയ്തതാണെങ്കിൽ. അയ്യോ ഞങ്ങൾ ഇതങ്ങനെ എടുക്കാറ് പോലുമില്ല. രണ്ട് പിള്ളേരുണ്ട്, അതങ്ങനെ ഞാൻ ഇത് ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഈ ഞാൻ പറഞ്ഞ അല്ല, വാട്സപ്പ് പിള്ളേർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം എൻ്റെയൊക്കെ നമ്പർ ഒക്കെ ഈ പിള്ളേർക്ക് എവിടെ നിന്ന് കിട്ടാനാ? ഇത് ഈ പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്ന വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് വന്നതാണെന്നാണോ കുട്ടി പറയുന്നത്? അതെ. ആ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് വന്നതാണ്, വിഷ്ണുവിനോട് പറ അത് റെഡിയാക്കാൻ. ചേച്ചി ഇത് കുഴപ്പമോ? ഇത് ഞാൻ പറഞ്ഞല്ലോ മോളെ, കുഴപ്പമാവുക ഇങ്ങനെയാണ്. ഇതാരെങ്കിലും മിസ്യൂസ് ചെയ്താലാണ് നിങ്ങൾക്ക് കുഴപ്പം വരിക. കാരണം നിങ്ങളുടെ പേരിൽ തുടങ്ങിയ ഗ്രൂപ്പാണ്, അഡ്മിന് നിങ്ങളാണ്. നിങ്ങൾക്കേ ഒരാളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്കേ ഒരാളെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടോ? ചേച്ചി ഡിലീറ്റ് ചെയ്യാൻ എനിക്ക് ചെയ്യാൻ അറിയാൻ പറ്റില്ല. വിഷ്ണുവിനോട് പറ, ഗ്രൂപ്പ് ഉണ്ടാക്കി അവനോട് തന്നെ പറ അത് ഡിലീറ്റ് ചെയ്യാൻ. ആ പുള്ളിക്ക് ഇപ്പൊ അറിയാൻ പാടില്ലെന്ന് വേണ്ടതൊക്കെ ചെയ്ത് ഞാൻ ചെയ്തിട്ടില്ല. അപ്പം കുട്ടി ഒരു കാര്യം ചെയ്യ്, ഇപ്പം തൽക്കാലം ഇപ്പം രാത്രി ഇപ്പോൾ 10:45 നിങ്ങൾ നാളെ ആരുടെയെങ്കിലും അടുത്ത് പോയിട്ട് അല്ലെ ഏതെങ്കിലും മൊബൈൽ ഷോപ്പ് പോയാൽ മതി. രാവിലെ തന്നെ മൊബൈൽ ഷോപ്പ് പോയാൽ അവർ ഡിലീറ്റ് ചെയ്ത് തരും കേട്ടോ. ഇത് വിഷ്ണു, ഇത് നിസ്സാര സംഭവമല്ല. ആരെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള വീഡിയോസോ അല്ലെ ഒരു വോയിസോ ഒരു ഫോട്ടോയോ ഇട്ടാൽ ഇത് പിള്ളേരാരെങ്കിലും കാണുന്നതാണെങ്കിൽ അത് അവർ പരാതിപ്പെട്ടാൽ നിങ്ങളാണ് അതിൽ കുറ്റവാളികളായിട്ട് വരുന്നത്. കാരണം ഗ്രൂപ്പ് നിങ്ങളുടെ പേരിലാണുള്ളത്. അപ്പം നാളെ തന്നെ ഒരു മൊബൈൽ ഷോപ്പ് പോയിട്ട് അതൊന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള വകുപ്പ് നോക്കുക കേട്ടോ. ഞാൻ എക്സിറ്റ് അടിച്ച് പോയിക്കോളാം. എങ്ങനെയോ ഒരു ഗ്രൂപ്പ് തുടങ്ങി, മിനി ബൈജു എന്ന് പറഞ്ഞിട്ട്. വല്ലാത്തൊരു കഷ്ടം. ആ കൊച്ചിൻ്റെ വർത്തമാനം കേട്ടിട്ട് പാവം തോന്നുകയും ചെയ്യാം. എനിക്ക് എക്സിറ്റ് അടിച്ചാൽ മതി. ഇന്ന് രാവിലെ വേറൊരുത്തന് മാട്രിമോണിയിൽ എന്നെ കൊണ്ട് ആഡാക്കി. അതേപോലെ ആഡാക്കിയതാണെന്ന് കരുതിയിട്ടാണ് ഞാൻ വിളിച്ചു നോക്കിയത്. അപ്പം അല്ലാത്തൊരു കഷ്ടം തന്നെ അല്ലേ. ഈ മൊബൈലെന്നൊക്കെ പറയുന്നതേ തൊട്ടാ പൊള്ളുന്ന സംഭവമാണ്. ശ്രദ്ധിച്ചും കണ്ടും വേണം അറിയാത്ത ആൾക്കാർ പെരുമാറാൻ. ഇപ്പോഴത്തെ പിള്ളേരോടൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇതേപോലത്തെ അബദ്ധം ഇനി ആർക്കും പറ്റാതിരിക്കട്ടെ എന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജിസ്ന സലീം.